പ്രചാരണ റാലിക്കിടെ നിതിൻ ഗഡ്കരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പ്രസംഗിക്കുന്നതിനിടെ അദ്ദേഹം തലചുറ്റി പിറകോട്ട് വീണു. ഉടനൊപ്പമുണ്ടായിരുന്ന ആളുകൾ പിടിച്ചു. യവത്മാളിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിതിൻ ഗഡ്കരിക്കാണ്, ഹൈവേ മാൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട നിതിൻ ഗഡ്കരിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഷഹദ് റഹ്മാൻ ഒരു വാർത്ത അറിയിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറത്ത് പ്രവർത്തകരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ് റഹ്മാൻ സ്ക്രീനിൽ കാണുന്നത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. ഈ പോലീസ് പ്രവർത്തകരെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മലപ്പുറത്ത് നിന്നുള്ള വലിയ രീതിയിൽ വലിയ ആൾക്കൂട്ടവും കുറച്ച് പോലീസുകാരുമാണ്. അതെ അതെ അതെ. എന്തായാലും ആത്മസംയമനം പാലിക്കുക. സമാധാനത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടേഴ്സ് എത്താനുള്ള മറ്റന്നാളത്തെ സംഭവത്തിന് നിങ്ങൾ അണിചേരുമ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകും. ഷഹദ് റഹ്മാൻ, താങ്കൾ പറയും, അവിടെ ഇപ്പൊ എന്താണ് ഓൺ ദ സ്പോട്ടിൽ പറയാനുള്ളത്? ഹലോ 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 പറഞ്ഞോ. അവിടെ പ്രവർത്തകർ തമ്മിൽ നേരിയ ഉന്തും തള്ളും ഉണ്ടായി. പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അത് വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കേണ്ട കാര്യങ്ങൾ അത് നിയന്ത്രിക്കാനുള്ള പോലീസുകാരൻ അവിടെ. എന്താണ് കാരണമെന്ന് ഷഹദ് പറയും. ഷഹദെ, കേൾക്കാവോ? എന്താണ് ഈ ഉന്തിനെന്നുള്ളതിന്റെ കാരണം? ബഹളത്തിനിടയിൽ ഷഹദിന് കേട്ടുകൂടാൻ തോന്നുന്നു. എന്തായാലും അവിടെ അതായത് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണ്. അതായത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് കൊട്ടിക്കലാശത്തിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിൽ നിന്ന് കാര്യങ്ങൾ വഴിമാറി ഇപ്പോൾ കൂടുതൽ പോലീസ് ഇറങ്ങി ഇത്തരത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംഘർഷം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പ്രവർത്തകർക്ക്, അതായത് LDF, UDF, BJP പ്രവർത്തകർക്ക് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥലം മറികടന്ന് മലപ്പുറം നഗരത്തിലെ കുന്നുമ്മലിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാ പാർട്ടിക്കാരും ഇരച്ചു കയറുകയായിരുന്നു. ഇതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുള്ളത്. കാരണം ഈ വിഷയത്തിൽ പോലീസ് ഇടപെടുന്നു. ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വഴിമാറുന്നു. അതുമായി ബന്ധപ്പെട്ട പോലീസും ഇത്തരത്തിൽ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ പിന്നീട് അത് നിയന്ത്രിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തുടക്കം മുതൽ തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള സമയക്രമവും ഒപ്പം തന്നെ സ്ഥല ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു മലപ്പുറത്ത് ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന് സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഭാഗങ്ങളായി തിരിച്ച്, അതായത് LDF-ന് ഒരു ഭാഗം, UDF-ന് മറ്റൊരു ഭാഗം, അതുപോലെ തന്നെ BJP-ക്ക് മറ്റൊരു ഭാഗം, അങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ച് ബാരിക്കേഡുകൾ വെച്ച് മറിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കൊട്ടിക്കലാശത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സ്ഥലപരിമിതിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സംഘർഷവും പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലും അല്ലെങ്കിൽ ഉന്തം തള്ളുമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് BJP അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരാണ് പരസ്പരം വാക്കേറ്റവും അതുപോലെ തന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പോലീസ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 വാഹനങ്ങളിലായി, അതായത് ലീഗ് പ്രവർത്തകരുടെ ഒരു ഭാഗത്തെ പ്രചാരണ വാഹനവും അതുപോലെ തന്നെ LDF പ്രവർത്തകരുടെ ഒരു ഭാഗത്തെ പ്രചാരണ വാഹനവും രണ്ടും നേർക്കുനേർ വന്നു നിൽക്കുകയും പരസ്പരം പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതായത് കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ്. 2 ഭാഗത്തും പോലീസ് നിയന്ത്രിച്ച് ഇപ്പോൾ ഏകദേശം, അതായത് പോലീസ് 2 ഭാഗത്തും വലിയ രീതിയിലുള്ള ഒരു ബാരിക്കേഡ് പോലെ സ്ഥാപിച്ച് ഇപ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്.
ഷഹദ് റഹ്മാൻ, മലപ്പുറത്തെ കുന്നുമ്മലിൽ ഉന്തും തള്ളും ഉണ്ടായി, നേരിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എന്തായാലും സമാധാനത്തോടെ അല്ലേ വിജയകുമാർ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇതുവരെ വളരെ സമാധാനത്തോടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ടാണ് ലാത്തിച്ചാർജിലൊക്കെ പോയ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ വലിയ ആളുണ്ട്. ആത്മനിയന്ത്രണം അവർ പാലിക്കട്ടെ അല്ലേ? ഈ സ്ഥലം ഓരോരുത്തർക്ക് അനുവദിച്ചു കൊടുത്തതിൽ അവിടെ നിൽക്കണം, പുറത്തേക്ക് പ്രവർത്തകർക്ക് ആവേശം ഈ എല്ലാവരും പുറത്തേക്ക് പോയി.